ചാരാണേ എങ്ങും എന്നും മുന്നിൽ ഞങ്ങളുടെ മായക്കണ്ണൻ എങ്ങും എന്നും മുന്നിൽ മായക്കണ്ണൻ. ഉടഞ്ഞ ഘടികാരം. ഭൂഗർഭശക്തി കണ്ടുപിടിച്ചെന്ന്. അതുപോലെ ഒരു ആപ്പിൾ എന്റെ തലയിൽ വീണാൽ എങ്ങനെ ഇരിക്കും? ഏതാപ്പിളിനെ കുറിച്ചാ പറയുന്നത്? സ്വപ്നത്തിൽ വരാറുണ്ടല്ലോ, അതാണോ? എടാ വട്ടേ, ഞാൻ സയന്റിസ്റ്റിനെ കുറിച്ചാ പറയുന്നത്. അയാളുടെ തലയിൽ വീണ ആപ്പിൾ എന്താ അത്രയ്ക്ക് സ്വാദുള്ളതാ? അതെങ്ങനെ എനിക്കറിയാൻ പറ്റാ? ന്യൂട്ടൻ അയാളുടെ തലയിൽ വീണ ആപ്പിൾ എടുത്ത് തിന്നു കാണും, അതിന്റെ സ്വാദ് നന്നായിരുന്നു കാണും, അതായിരിക്കും അങ്ങനെ എഴുതിയത്. ഇതിനൊക്കെ മിണ്ടാതിരിക്കടാ, വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നേ? ഞാൻ എന്ത് പറഞ്ഞു? നീ അവരിത് കണ്ടുപിടിച്ചു ഇവരിത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ കലാമിനെ പോലെ ഞാനൊരു സയന്റിസ്റ്റ് ആവാൻ പോവാ. കണ്ടുപിടിപ്പൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല ലീനെ. നീ അങ്ങനൊക്കെ പറയും. സയന്റിസ്റ്റ് ആവാൻ ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. നിന്നെ അന്വേഷിച്ചു വരുമായിരുന്നു, അപ്പോഴത്തേക്ക് എത്തിയോ? സ്റ്റൗവിൽ സൂപ്പ് വെച്ചിട്ടുണ്ട്, നോക്കിക്കോ, ഞാൻ ഉടനെ വരാം. എന്താ ഇത്? ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് സയന്റിസ്റ്റ് ആവാന്ന് വിചാരിച്ചപ്പോ ഈ എഡിസൺ ഉണ്ടല്ലോ, അയാള് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഘടികാരം പീസ് പീസ് ആക്കി അത് എങ്ങനെയാ ജോലി ചെയ്യുന്നതെന്ന് നോക്കി. ഞാനും അയാളെ പോലെ ഘടികാരം എങ്ങനെയാ ജോലി ചെയ്യുന്നത്, അലാറം അടിക്കുന്നതെന്ന് നോക്കാൻ പോവാ. എന്റെ വിജയം ഇവിടെ തുടങ്ങുന്നു. ആദ്യ ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് ഇവിടുന്ന് പറന്നുപോയി ഹിമാലയത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. എടാ, രജനീകാന്ത് അല്ലാതെ വേറെ ആരും അവിടെ പോയിട്ടേ ഇല്ലടാ. ഓ, ആ തമിഴ്നാടനോ? ഈ ഘടികാരത്തിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കോ? എനിക്കതൊന്നും പറ്റില്ല, ഞാൻ പൂച്ചയായി മാറാൻ പോവാ. നീ ചെയ്യുന്നത് ശരിയല്ല മായക്കണ്ണ. ഘടികാരത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉള്ളോന്ന് നോക്കണ്ടേടാ. ഉടനെ നീ അങ്ങ് സയന്റിസ്റ്റ് ആവോ? നീ വേണ്ട, ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം ഇല്ലാതെ ഞാൻ എങ്ങനെ ഘടികാരം പീസ് പീസ് ആക്കിയെന്ന് കണ്ടോ? ഇത് ഞാൻ വീണ്ടും പഴയതുപോലെ ആക്കാൻ പോവാ. ആ ഘടികാരം എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നിനക്കറിയാവോ? ലീനെ, നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ സ്റ്റൗവിൽ സൂപ്പ് വെച്ചിട്ടുണ്ട്, അത് നോക്കിക്കോളാൻ പറഞ്ഞല്ലേ? ക്ഷമിക്കമ്മേ, ഞാനിവിടെ ഒരു ഗവേഷണത്തിലാ. എന്താ അങ്ങനെ ഒരു ഗവേഷണം? ആ, എന്തിനാ നീ ഈ ഘടികാരം ഇങ്ങനെ പീസ് പീസായി ഊരിയിട്ടിരിക്കുന്നേ? ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നെന്ന് നോക്കാൻ വേണ്ടി. എന്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ പണി കാണിക്കും. ഇനി ഞാൻ നിനക്ക് പോക്കറ്റ് മണി തരില്ല. അത് മാത്രമല്ല, ഇനി 2 ആഴ്ചത്തേക്ക് ഐസ്ക്രീമും ഇല്ല. ഇതുപോലെ ഇനി എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ, ഇത് വീണ്ടും പഴയ സ്ഥിതിയിലാക്കാൻ എനിക്ക് പറ്റും. നീ ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു കഥയെഴുത്തുകാരി ആയാൽ വലിയ കവയത്രിയാവാൻ പറ്റും. നിന്റെ സഹായം എനിക്ക് വേണം. എന്നെ കൊണ്ട് ആ ഘടികാരം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഉറക്കം വരുന്നു. സഹായിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തോലിക്കേ. ഘടികാരം സെറ്റ് ചെയ്തതാ. അതെന്തിനാ നീ അങ്ങനെ ഊരിയിട്ടത്? എഡിസൺ അങ്ങനെയാ ചെയ്തത്, അതുകൊണ്ടാ ഞാനും ഒന്ന് ശ്രമിച്ചത്. സയന്റിസ്റ്റ് ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ അവര് തന്നെയാണ് തീർക്കാറ്. ഇത് ഞാൻ ശരിയാക്കിയെങ്കിലേ അമ്മ എനിക്ക് പോക്കറ്റ് മണി തരൂ. അതിന് ഞാനെന്ത് ചെയ്യണം? അമ്മ കാശ് തന്നാലല്ലേ ഐസ്ക്രീം ആയി തരാൻ പറ്റൂ. നീ എന്ത് പറയുന്നു? നീ കുടുങ്ങിയത് പോരാഞ്ഞിട്ട് പാര എനിക്കിട്ടും പണിതല്ലേ? അക്കുത്തിക്കുത്താന വരുമ്പത്തെ മായക്കണ്ണന്റെ കണ്ണെ കണ്ടുകൊണ്ടൊരു മായാജാലം. എന്ത് പറ്റി ഡാർലി? ഇന്ന് സൂപ്പ് നീ ഉണ്ടാക്കിയില്ലേ? സൂപ്പ് ഞാൻ തന്നെ ചെയ്തത്. ലീനെ നോക്കാൻ പറഞ്ഞിട്ട് പോയി. അവളേതോ ഗവേഷണം ചെയ്യാൻ പോയ ഗതിയാ ഇത്. അതെയോ? എന്താണ് പരീക്ഷിച്ചതെന്ന് പറയൂ. ഘടികാരത്തിൽ എങ്ങനെയാ അലാം അടിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഊരിയതാ. നിന്റെ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തു മോനെ. ക്ലോക്ക് ഞാൻ മൊത്തം അഴിച്ചു മാറ്റി, പക്ഷെ അത് ജോയിൻ ചെയ്യാൻ പറ്റാതെ പോയി. ഈ പ്രായത്തിൽ അവരെ ചീത്ത പറയരുത്, പ്രോത്സാഹിപ്പിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വലിയൊരു സയന്റിസ്റ്റ് ആവും.
പിന്നെ നീ ഘടികാരം സെറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഇത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. നിനക്കിനി 2 മാസത്തേക്ക് പോക്കറ്റ് മണി തരുന്നതേ അല്ല. എല്ലാം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനും തന്നെ. വിഷമിക്കണ്ട, ഇപ്രാവശ്യം ശരിയാക്കാം. ഞാനും അതാ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു. എല്ലാത്തിനും നീ കാരണല്ലേ? എന്നോട് ക്ഷമിക്ക്. ഇങ്ങനെ നടന്നതിനൊക്കെ ഞാനല്ലേ കാരണം. സാരമില്ലടാ, അതിൽ എന്റെയും പങ്കുണ്ടല്ലോ. ഓ അത് ശരി. നീ എന്നെ സഹായിക്കാൻ ശ്രമിച്ചു. അതിന് ഞാൻ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ദാ ഉടനെ വരാം. നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കൊണ്ടുവന്നതാ. ഞാൻ ഈ ഘടികാരം ശരിയാക്കിയിട്ട് കഴിച്ചോളാം. ഞാനും ഒരു സയന്റിസ്റ്റ് ആവാൻ തീരുമാനിച്ചു.